نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സിന്റെ ചോദ്യപേപ്പർ നോക്കാൻ പോവാണ്. നാലാം ക്ലാസ്സിന്റെ മാത്സിന്റെ ചോദ്യപേപ്പർ നോക്കാൻ പോവാണ്. റെഡി ആണോ? നിങ്ങൾ സെറ്റ് ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തുടങ്ങിക്കോട്ടെ, എന്റെ പരിപാടി തുടങ്ങിക്കോട്ടെ. കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. റെഡി? യെസ് ഗൈസ്, അപ്പോ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ മക്കളെ, നമ്മുടെ LSSന്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി. അതിന്റെ ഒക്കെ PDF-കൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗ്രൂപ്പിലേക്ക് അയക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഇതാ 9496544588 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു കൂയ് അല്ലെങ്കിൽ ഹായ് അല്ലെങ്കിൽ ഓയ് എന്നൊക്കെ പറയുന്ന മെസ്സേജ് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. ലിങ്ക് വരും. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. 4ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 4ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിലും PDF-കൾ കാര്യങ്ങളൊക്കെ കിട്ടും. സെറ്റാക്കുക. പിന്നെ നമ്മളെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതൊന്നും കാണാണ്ട് പോകരുത്, പരീക്ഷയ്ക്ക് കാണാണ്ട് പോകരുത്. പിന്നെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ പോയി ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒക്കെ നിർബന്ധമുള്ള കാര്യമാണ്. യെസ് ഗൈസ്, പോവുകയാണ് നമ്മൾ. എങ്ങോട്ടേക്കാണ് പോകുന്നത്? എങ്ങോട്ടെങ്കിലൊക്കെ പോവുക. ഒന്നാമത്തെ ചോദ്യം നോക്കാൻ പോവാണ്. ഹൗ മെനി റുപ്പീസ് the amount of expense for vegetable cultivation by 5 farmers are given below. Also the amount they got on selling the vegetables on 2 days are also given. How much more did they get than the expense? Okay, അപ്പോ amount of expense, കബീറിന്റെ എക്സ്പെൻസ് എത്രയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. കബീറിന് എത്ര രൂപയാണ് എക്സ്പെൻസ് ആയത്? അവരത് വിറ്റിട്ട്, പച്ചക്കറി വിറ്റിട്ട് അവർക്ക് കിട്ടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ സെക്കൻഡ് ഡേ കളക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇത് ടോട്ടൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 3847 നമ്മൾ എന്ത് ചെയ്യുക? 3486 നമ്മൾ കൂട്ടി നോക്കുന്നു. അപ്പൊ എത്രയായി? 7333 രൂപയെ ഇല്ലേ? ഇനി മോർ എമൗണ്ട് ടു ഗോ എന്നാണ് അല്ലേ? അപ്പൊ ഇവിടെ എത്രയാ കൊടുത്തത്? 6087 അല്ലേ? അപ്പൊ എത്ര വേണം? 1246 രൂപയും കൂടി വേണം അല്ലെ? അങ്ങനെ ഓരോ ആൾക്കാരും എന്ത് ചെയ്യുക? നമ്മൾ കാണുക എന്നുള്ളതാണ്. സിമ്പിൾ ആണോ? ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് കൂട്ടുകയാണോ വേണ്ടിയത്, കുറയ്ക്കുകയാണോ വേണ്ടിയത്, ഗുണിക്കുകയാണോ വേണ്ടിയത്, ാണോ വേണ്ടിയെന്നുള്ള ആദ്യം മനസ്സിലാക്കണം, എന്നാലേ ചെയ്യാൻ പറ്റൂ. ബാക്കിയും അതേപോലെ ചെയ്തു കൊടുക്കുക. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെജിറ്റബിൾ ഗാർഡൻ ആണ്. ഇങ്ങനെ ഒരു സംഭവം തന്നാൽ ചോദ്യം എന്താ? പെരിമീറ്റർ കാണുക. പെരിമീറ്റർ എങ്ങനെയാ കാണുക? നമുക്കറിയാം അല്ലെ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ഒക്ര ഗാർഡൻ? ഒക്ര ഗാർഡന്റെ പെരിമീറ്റർ എങ്ങനെയാ കാണുന്നത്? നോക്ക്, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 8ഉം 4ഉം അല്ലെ? എങ്ങനെയാ കാണാ? 8 + 4 + 8 + 4 അല്ലെ? അതാണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അടുത്തതോ ഇതിന്റെ എങ്ങനെയാണ്? 4 + 4 + 4 + 4. ഇതാണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അല്ലേ? ആണോ? യെസ് ഗൈസ്, നമുക്ക് ഉത്തരം നോക്കാം. 24ഉം 16ഉം അങ്ങനെ തന്നെ. ഒന്നുമില്ല, 24ഉം 16ഉം. ഇതിന്റെ പെരിമീറ്റർ കാണാൻ അറിഞ്ഞുകൂടോ? പെരിമീറ്റർ കാണാൻ അറിയാട്ട് 4ാം ക്ലാസ് പഠിക്കല്ലേ? പെരിമീറ്റർ കാണുന്നത് നോക്കൂ ഇല്ലേ? ഇതിന്റെ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്തു നമ്മൾ? 8 + 4 + 8 + 4 അല്ലെ? ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. യെസ് ഗൈസ്, അങ്ങനെയാണെങ്കിൽ ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ പെരിമീറ്റർ ഓഫ് ബോത്ത് ഗാർഡൻസ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 24ഉം 16ഉം കൂടെ കൂട്ടി വെക്കുക. എത്രയാണ് 24ഉം 16ഉം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമുക്കറിയാം. 40 rupees. 40 അല്ലെ? The cost of fencing around the garden is 30 rupee. എത്രയാണ്? 30 രൂപയാണ് എന്ത് ചെയ്യുന്നത്? അത് ഇതാക്കാൻ അല്ലെ? 1 മീറ്ററിലോ 1 മീറ്ററിന് വേണ്ടത്. What is the total cost of fencing both gardens? അപ്പൊ രണ്ട് ഗാർഡനും കൂടെ എത്ര രൂപയാകും? 30 × 40 എത്രയാ വരുന്നത്? 1200. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ? എന്താ ചോദിച്ചത്? 30 രൂപയാണ് 1 മീറ്റർ ഗാർഡൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് വേലി കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഗാർഡനും കൂടി എത്ര മീറ്റർ ഉള്ളത്? 40 മീറ്റർ ഉള്ളത്. അപ്പൊ 40നെ 30 കൊണ്ട് എന്ത് ചെയ്യുക? ഗുണിച്ചു നോക്കുക. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടും. സിമ്പിൾ. അടുത്ത ചോദ്യം. See the register showing the weight of the vegetable sold on the first day and price. Find the amount got for each. അല്ലെ? അപ്പോ 99 കിലോ എത്രയാണ്? പ്രൈസ് ഓഫ് 1 കിലോ എന്ന് പറയുന്നത് 45 ആണ്. അപ്പോ 1 കിലോന് 45 രൂപയാകുമ്പോ 99ന് എത്ര കിലോ ഉണ്ടാവും? 99 കിലോന് എത്ര രൂപയുണ്ടാവും?
99 ഇൻറ്റു 45 അല്ലേ 4455. പിന്നെയോ അടുത്തതോ 200 ഇൻറ്റു 18 അല്ലേ. ഓരോന്നും എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുക. അതാണ് അതിന്റെ ഒരു രീതി അല്ലേ. ഇതിന്റെ രീതി കണ്ടാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് എഴുതുക എന്നുള്ളത്. ബാക്കി ഞാൻ ചെയ്യുന്നില്ല, ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ടൊമാറ്റോ, പിന്നെ കുക്കുംബർ, പിന്നെ ബിറ്റർഗാർഡ്, ബീൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, അതിനെ കൊണ്ട് ഗുണിച്ചു നോക്കുക. ഗുണിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടും. ഇതാ നോക്ക്, 1 കിലോന്റെ വിലയാണ് 45. അപ്പൊ 99 എണ്ണത്തിന്റെ വില, 99 കിലോന്റെ വില കാണാൻ ഗുണിച്ചു നോക്കുക. 1 കിലോന്റെ വിലയാണ് 18. 200 കിലോന്റെ കാണാൻ ഗുണിച്ചു കൊടുക്കുക. 30 വില, 82 കിലോ കാണാൻ ഗുണിച്ചു കൊടുക്കുക അല്ലേ. 82 ഇൻറ്റു 30, ഇതൊക്കെ സിമ്പിൾ അല്ലേ. അതായത് 1 കിലോന്റെ വില തന്നു, 1 കിലോന് 10 രൂപ. അങ്ങനെയാണെങ്കിൽ 100 കിലോന് എത്ര രൂപ? അങ്ങനെയാണെങ്കിൽ 100 ഇൻറ്റു 10 1000 അല്ലേ. അങ്ങനെയല്ലേ? യെസ് ഗൈസ്, യെസ് ഗൈസ്, യെസ് ഗൈസ്. അടുത്തത് ആക്ടിവിറ്റി ഫോർ ചോക്ക് മേക്കിംഗ് ആണ്. ചോക്ക് മേക്കിംഗ് നോക്കാം നമുക്ക്. മാളു ആൻഡ് ഹെർ 3 ഫ്രണ്ട്സ്. അപ്പൊ എത്ര ആളായി? മാളു ആൻഡ് ഹെർ 3 ഫ്രണ്ട്സ് എത്ര ആളായി? അപ്പോ 4 ആളായി. മാളു ഓളം 3 കൂട്ടുകാരും 4 ആളായി അല്ലേ. പിന്നെയോ മെയ്ഡ് 144 റൈറ്റിംഗ് ചോക്സ്. ദേ ഡിവൈഡഡ് them equally among them. അപ്പോ how many chalks did each get? 144 ചോക്കാണ് ഓല് ഉണ്ടാക്കിയത്. ആ 144 ഓല് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ ഒരാൾക്ക് എത്രയാ കിട്ടുക? അങ്ങനെയാ കാണാ. 144 ആണ് ഓല് ഉണ്ടാക്കിയത്, പിന്നെ 4 ആളാണ് ഓല് ഉള്ളത്. അതിനെ ഓല് ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പൊ 144 എന്ത് ചെയ്യാം നമ്മള്? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 4 ആയിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്രയാ ഉത്തരം വരുന്നത്? 36. ഹൗ മെനി പാക്കറ്റ്സ് ഈച്ച് ഗോട്ട്? ദേ പാക്ക്ഡ് ദ ചോക്സ് വിത്ത് 12 ചോക്സ് ഇൻ 1 പാക്കറ്റ്. എത്രയാണ്? 12 ചോക്കാണ് ഒരു പാക്കറ്റില്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് ഉണ്ടാകും? അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മള്? 12നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 12നെ 36നെ നമ്മൾ എന്ത് ചെയ്യുക? 12 കൊണ്ട് എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. അപ്പൊ 3 പാക്കറ്റ് ആണ് കിട്ടി. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ്? അപ്പൊ എത്ര പേരാ ഇവരുള്ളത്? 4 ആളാണ് ഇവരുള്ളത്. 4 ഇൻറ്റു 3 അല്ലെ. 3 പാക്കറ്റ് അല്ലേ ഇവിടെ ഉള്ളത്? 4 ഇൻറ്റു 3 12 ആണ് ടോട്ടൽ പാക്കറ്റ്സ് അല്ലെ. ഒരാള് 3 പാക്കറ്റ് അല്ലെ. അപ്പോ 4 ആളും കൂടെ 12 പാക്കറ്റ്. പിന്നെ അടുത്ത ചോദ്യമോ, they sold the packets at 20 rupees per packet. How much did they get in all? അപ്പൊ എത്രയാ? 20 rupees പിന്നെ പൈസ 20 റുപ്പിയാണ് ഒരു പാക്കറ്റിന്റെ പൈസ. എത്രയാ? 20 റുപ്പി. അപ്പോ ഇതെല്ലാം കൂടി വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാകും അല്ലെ. അപ്പൊ എത്ര പാക്കറ്റാ ഉള്ളത്? 20 ഇൻറ്റു 12, 20 ഇൻറ്റു 12 എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രയാ ഉത്തരം വരുന്നത്? 240. മനസ്സിലായില്ലേ? അതായത് ഒന്നാമതായിട്ട് 144 ചോക്ക് 4 ആക്കി ഡിവൈഡ് ചെയ്തപ്പോ 36 എന്ന് കിട്ടി. 104 ചോക്കിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തപ്പോ എത്രയായി? 36 എന്ന് കിട്ടി. പിന്നെയോ ഹൗ മെനി പാക്കറ്റ്സ് ഈച്ച് ഗോട്ട് എന്നാണ് അല്ലെ. അപ്പോ എത്ര പാക്കറ്റ് ആണ് ഉണ്ടാവുക? അപ്പൊ 12 ചോക്കാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുക അല്ലെ. 12 ചോക്കാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുക. അപ്പൊ 36 എണ്ണത്തിനെ 12 എണ്ണം വെച്ച് ഓരോ പാക്കറ്റ് ആക്കി എത്ര പാക്കറ്റ് ഉണ്ടാവും? 3 പാക്കറ്റ്സ് വീതം ഉണ്ടാകും ഇല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ്? അപ്പൊ ഇവര് 4 പേരാണുള്ളത്. 4 പേരും 3 പാക്കറ്റുകൾ വീതം ഇവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടോട്ടൽ 12 പാക്കറ്റ്സ് ഉണ്ടാകും. അങ്ങനെ ഈ 12 പാക്കറ്റ്സിനെ ഇവർ 20 രൂപ വെച്ച് വിറ്റാൽ 240 RS രൂപ ഉണ്ടാകും. സെറ്റാണോ? റെഡിയാണോ? പോവുകയാണ് നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ലെഫ്റ്റ് നൗ അല്ലെ. എ കൂപ്പൺ കളക്ഷൻ വാസ് മെയ്ഡ് ടു ഹെൽപ്പ് ദ പുവർ പേഷ്യൻസ്. 89 കൂപ്പൺ ഓഫ് 25 റുപ്പി. എത്രയാണ്? 89 ഇൻറ്റു 25. പിന്നെയോ 22 ഇൻറ്റു 50 കൂപ്പൺ. പിന്നെയോ 34 ഇൻറ്റു 100 കൂപ്പൺ അല്ലേ were sold. What is the total number of collection? അതാണ് ഞാനിവിടെ ഇൻറ്റു എഴുതി വെച്ചത്. ടോട്ടൽ നമ്പർ ഓഫ് കണക്ഷൻ. അപ്പൊ 89 നമ്മൾ എന്ത് ചെയ്യുക? 25 കൊണ്ട് ഗുണിച്ചു നോക്കുക. ഇത് എത്രയാ കിട്ടുന്നത്? 2225 എന്ന് കിട്ടും. അതിനെന്ത് ചെയ്യുക? കൂട്ടുക. അതായത് വൈറ്റ് 22 ഇൻറ്റു 50 എത്രയാ വരുന്നത്? 1100. ഇങ്ങനെ പിന്നെ ഇല്ലേ 34 ഇൻറ്റു 100 കുറിച്ചോക്കേണ്ട ആവശ്യമില്ല. 32 0 എടുത്താൽ പോലെ. റെഡി. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക. 1100 പിന്നെയോ 2225. എത്രയാ ഉത്തരം? 2225
1100 പിന്നെ 3400 എത്രയാ വരുന്നത് 6725. എടാ ടോട്ടൽ നമ്പർ ഓഫ് കളക്ഷൻ കാണാൻ വേണ്ടിട്ടാ. എങ്ങനെയാ കാണുന്നത്? 89 കൂപ്പൺ 25 റുപ്യന്റെ, 22 കൂപ്പൺ 50 റുപ്യന്റെ, 34 കൂപ്പൺ 100 റുപ്യന്റെ അല്ലെ. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക. 59 25 കൊണ്ട് ഗുണിച്ച് അത് കിട്ടി, 22 50 കൊണ്ട് ഗുണിച്ച് അത് കിട്ടി, 34 100 കൊണ്ട് ഗുണിച്ച് അത് കിട്ടി. ഇതെല്ലാം കൂടി നേരത്തെയായിട്ട് കൂട്ടുക. അപ്പൊ 6725 എന്ന് കിട്ടും ഇല്ലേ? 6725 എന്ന് കിട്ടും. ഇനി നോക്ക് അടുത്തത് 5500 രൂപ ആണ് എന്ത് ചെയ്തത്? വേർ ഗിവൺ ടു പുവർ പേഷ്യൻസ്. ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ്? അപ്പോൾ 5500 റുപ്യ, 6725 റുപ്യാണ് നമ്മളെ ഉള്ളത്. അതിൽ നിന്ന് 5500 റുപ്യ പോലും കൊടുത്താൽ എത്ര റുപ്യ ബാക്കി ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ എത്ര റുപ്യ ബാക്കി ഉണ്ടാവും? 1225. എന്ത് സിമ്പിളാ അല്ലേ? സിമ്പിളാണ്. റെഡി? അടുത്ത ചോദ്യം കാർഡ് ഗെയിം ആണ്. ഫൈൻഡ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് ഫോംഡ് ബൈ ദ ഡിജിറ്റ് ഈച്ച് കാർഡ് യൂസിങ് ഓൺലി വൺസ്. ഓൾസോ ഫൈൻഡ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ്സ്. അപ്പൊ ഇവിടെ നോക്ക് 2 5 4 8 ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പ്രാവശ്യം ഒരു നമ്പർ ഉപയോഗിക്കാം. അതിൽ ഏറ്റവും വലിയ 4 ഡിജിറ്റ് ഉണ്ടാക്കുക, ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് ഉണ്ടാക്കുക. എന്ത് സുഖ? 8 5 4 2. ചെറുത് ഏതാ വരിക? 2 4 5 8. അടുത്തത് ലാർജസ്റ്റ് പറയടാ. ഇതിൽ ലാർജസ്റ്റ് ഏതാ? 9. പിന്നെ ഏതാ? 6 5 3. പിന്നെയോ 3 5 6 9 അല്ലേ? യെസ് ഗൈസ്. അടുത്ത നോക്ക്, അടുത്തത് തന്നെ. ഇവിടെ ഏതാ ലാർജസ്റ്റ്? ഏതാ വരുന്നത്? ലാർജസ്റ്റ് വരുന്നത് 9 7 6 4. സ്മോളസ്റ്റോ 4. പിന്നെയോ 6 7 9. അടുത്തത് നോക്ക്, ലാർജസ്റ്റ് ഏതാ വരുന്നത്? 7 6 2 1. അടുത്തതോ 1 2 6 7. സിമ്പിളാണ്. ഇതേപോലെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് സബ്സ്ട്രാക്ട് ദ സ്മോളസ്റ്റ് നമ്പർ ഫ്രം ദ ലാർജസ്റ്റ് നമ്പർ ഈച്ച് കാർഡ് അല്ലെ. ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും അതിന്റെ ഡിഫറൻസ് കാണാം അല്ലെ. ഒന്നാമത്തെ കാർഡിലെ ലാർജസ്റ്റ് നമ്പർ 8 5 4 2. പിന്നെയോ സ്മോളസ്റ്റ് നമ്പർ 2 4 5 8. അടുത്തത് രണ്ടാമത്തത് 9 6 5 3 3 5 6 9. മൂന്നാമത്തത് 9 7 6 4 4 6 7 9 അല്ലേ. നാലാമത്തത് 7 6 2 1. പിന്നെയോ 1 2 6 1 അല്ലേ. അല്ല 1 2 6 7. യെസ് ഗൈസ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് കാണാൻ വേണ്ടി പറയാം. ഇതിന്റെ ഡിഫറൻസ് എന്താന്നുള്ളത് കാണാൻ വേണ്ടി പറയാം. ഓരോന്ന് എന്ത് ചെയ്യുക? നമ്മൾ കുറച്ചു നോക്കുക അല്ലെ. ഓരോന്ന് കുറയ്ക്കുമ്പോൾ അതിന്റെ ഉത്തരം 6084. ഇവിടെ അടുത്തത് കുറച്ച് നോക്കുമ്പോ ഓരോന്ന് എന്ത് ചെയ്യുക? കുറച്ച് നോക്കുക. 9 6 5 3 മൈനസ് 3 5 6 9 എത്രയാ? ഇതും 6084. അടുത്തത് 9 7 6 4 മൈനസ് 4 6 7 9. സംഭവം തിരിയുന്നില്ലേ? അല്ല വെറുതെ എങ്ങനെ ഇരിക്കുകയാണോ? തിരിയുന്നില്ലേ? എടാ ഈ സംഭവം എന്താ? നേരത്തെ കിട്ടിയ ഉത്തരം സ്മോളസ്റ്റും ലാർജസ്റ്റും. അപ്പൊ അതിനോട് ചോദിച്ച് അത് എഴുതി കൊടുക്കുക. അത് എഴുതി കൊടുത്തിട്ട് ഡിഫറൻസ് എത്രയാന്നാ ചോദിച്ചത്. ഡിഫറൻസ് എഴുതാൻ വളരെ സുഖല്ലേ? ഡിഫറൻസ് എഴുതാൻ എന്താ? ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ ഏതാണോ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിന് ഡിഫറൻസ് കിട്ടും അല്ലെ. അടുത്ത് നോക്ക് 7 6 2 1 മൈനസ് 1 2 6 7 അല്ലെ. അപ്പൊ എത്രയാ? 6 3 5 4 ആണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. വാട്ട് ഷുഡ് ബി ആഡഡ്? 2 4 5 8 3 5 6 9 കൂടെ ആഡ് ചെയ്തിട്ട് എന്താവും എന്നൊക്കെയാ ചോദിക്കുന്നത്. അപ്പൊ നോക്കൂ. യെസ്, ഉത്തരം കിട്ടി. ഇനി അടുത്തത് ഏതാ? വാട്ട് ഈസ് ദ 5 നമ്പർ ഡിഗ്രീസ് ഇൻ 1 2 3 ഈച്ച് ടൈം ഫ്രം 8 7 6 5. 8 7 6 5 എന്ന് 123 അല്ലേ? കുറച്ച് കൊണ്ടുവരിക. ഓരോ പ്രാവശ്യം കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എങ്ങനെ കിട്ടും? അടുത്തതോ വാട്ട് ഈസ് ഗോട്ടൺ സബ്സ്ട്രാക്ടിങ് 1267 9764. നോക്കൂ, 9764 1267 സബ്സ്ട്രാക്ട് ചെയ്താൽ എത്രയാണ് ഉത്തരം? അടുത്തത് ഏതാ ചോദിച്ചത്? അങ്ങനെ തന്നെയല്ലേ? വാട്ട് ഷുഡ് ബി ആഡഡ് ആണ് ചോദിച്ചത്. യെസ് ഗൈസ്,
ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെൽങ്ങനെ ഒന്നും തിരിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം അല്ലേ. കാരണം മാത്സ് എങ്ങനെയാണ് ഒരു റൈസിംഗ് നോക്കിയാൽ മനസ്സിലാവില്ല. ഇനി ഇതിന്റെ PDF ഗ്രൂപ്പിലേക്ക് അയക്കുമ്പോൾ എന്ത് ചെയ്യുക, അതെന്ത് ചെയ്യുക, അതിൽ നോക്കിയിട്ട് പഠിക്കുക, അതിൽ നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ കൂട്ടുകയാണോ വേണ്ടി, കുറയ്ക്കുകയാണോ വേണ്ടി, ഹരിക്കുകയാണോ വേണ്ടി, ഗുണിക്കുകയാണോ വേണ്ടി എന്നുള്ളത് നമുക്ക് അറിയണം. അതാണ് മാത്സിന്റെ മിടുക്ക് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സോൾവ് ആക്കൽ എങ്ങനെയാണ്, നമ്മൾ ഇതിനെ സോൾവ് ആക്കുക, ഇതിന്റെ സോൾവൻസ് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്, അത് നമ്മുടെ മനസ്സിലേക്ക് കുത്തിക്കയറണം ആദ്യം, എന്നാലേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഒരു സാധനം കിട്ടിയാൽ, അതായത് നീതു കടയിൽ പോയിട്ട് 16 രൂപക്ക് മുട്ടായി വാങ്ങി 4 രൂപ കടക്കാരൻ തിരിച്ചു കൊടുത്തു. 16 രൂപക്ക് മുട്ടായി വാങ്ങി 4 രൂപ കടക്കാരൻ തിരിച്ചു കൊടുത്തു. നീതു കൊടുത്ത പൈസ 50 രൂപയാണ്. 50 രൂപ നീതു കൊടുത്തു, 16 രൂപയാണ് എന്ത് ചെയ്തത്, മുട്ടായി വാങ്ങിയത്, 4 രൂപ തിരിച്ചു കൊടുത്തു. അപ്പോ എത്ര രൂപയാണ് മുട്ടായിക്കായത്? എത്ര രൂപയായത്? 16 രൂപ. ഇതിന്റെ ഉത്തരം എവിടെ നിന്ന് കിട്ടി? ചോദ്യത്തിലുണ്ടായിരുന്നു ഉത്തരം അല്ലേ? ഇങ്ങനെയല്ല ചോദ്യം വരിക, എങ്ങനെയാ വരുന്നത്? നീതു കടയിൽ പോയി 50 രൂപ കടക്കാരന് കൊടുത്തു, 4 രൂപ കടക്കാരൻ തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നീതു വാങ്ങിയ സാധനത്തിന്റെ വില എത്രയാണ് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കാണും? 50 രൂപ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 രൂപ എന്ത് ചെയ്യുന്നു, കുറച്ച് നോക്കുന്നു. അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ അതിന്റെ ഉത്തരം കിട്ടും, സാധനത്തിന്റെ വില കിട്ടും അല്ലേ? കുറയ്ക്കാണ് അവിടെ ചെയ്യേണ്ടത് അല്ലേ? ഇങ്ങനെയൊക്കെ നീതു പോയി, മറ്റവന് പോയി, മറിച്ചവന് പോയി എന്നൊക്കെ എന്തൊക്കെയോ കഥയൊക്കെ ഉണ്ടാകും. ഇത് കൂട്ടലും കുറയ്ക്കലും അരിക്കലും ഗുണിക്കലും അല്ലാണ്ട് വേറൊരു സാധനം ഇതിൽ വരൂല, അതേ ഇതിൽ വരും അല്ലേ? ആ സംഭവം എന്താണെന്നല്ല നമ്മൾ മനസ്സിലാക്കുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു സബ്സ്ക്രൈബ് ചെയ്യണം. ഗോ ആൻഡ് സബ്സ്ക്രൈബ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോകളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും bye bye, tata, bye guys.